സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. Revelation chapter 2 verse 1 to 5. Revelation chapter 2 verse 1 to 5. Verses 1 to 5, sorry. One person in English and one person in Malayalam, please. Praise God. One person Malayalam, please. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യം വരെ. പ്രാർത്ഥിക്കാം. Hallelujah. Loving Heavenly Father, we commit this verse into your loving hands, oh Father. Bless this word and break it and feed a hungry soul. Let each and every one of us, hallelujah, our hearts be touched, our hearts to edify, hallelujah, our hearts are kindled with fire as we go from this place, Lord. Hallelujah. Spirit of God, speak to each and every one of us this evening. We commit this word and I hide myself under the behind the cross, and let the cross of our Lord reveal, and let the Spirit of God manifest your glory. Come in all your fullness, Lord, and take your glory, Master. Take in Jesus' name we pray. Amen. Praise God. Glory be to God's holy name.
I mean, praise God. Before few years, there was before Pastor Ranjit took over the NCFI church, there was a servant of God used to travel from Durham and used to have a 7-seater and used to come with the family, and he was pastoring NCFI church for some years. And I used to invite him, because I know him personally. I mean, praise God. I used to invite him to Alden Church, and he had come to fasting prayer and our special meetings, and he had preached there at different occasions. And one of the meetings, he shared this point, which I will never forget in my life, and I would just want to share this before I go into the Word of God. Amen. God has called us to walk in the freedom of impossibilities and not to be in the imprisonment of possibilities. സംഭവിക്കും എന്ന് പറയുന്നത് ഒരു ഇംപ്രിസൺമെൻ്റ് ആണ്. ആമേൻ. പ്രൈസ്. അസാധ്യമുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രീഡമാണ്. We have to walk, we are called to walk in the freedom. ആമേൻ. പ്രൈസ് ഗോഡ്. സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിൽ നിങ്ങളും ഞാൻ നടപ്പാൻ ദൈവം നമ്മൾ വേർതിരിച്ചിരിക്കുന്നു. എന്നാൽ സംഭവിക്കും എന്ന് പറയുന്ന മനുഷ്യരുടെ ആമേൻ പ്രൈസ് ഗോഡ് ദൃഷ്ടിയിൽ സംഭവിക്കും എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ഒരു ഇംപ്രിസൺമെൻ്റ് ആണ്. So we are called to walk in the freedom where God has called us to be walking in the freedom of impossibilities. That's the freedom. Praise God. How? You will know the hand of God himself. He will rest upon this matter and he will do it for you. You have to have complete trust in God. That's what it says in Galatians 2:20. എങ്കിലും ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ആമേൻ. ക്രിസ്തു അത്രേ. ആമേൻ. വീട് മേടിക്കുന്നു ക്രിസ്തുവാ, കാർ മേടിക്കുന്നു ക്രിസ്തുവാണ്, ജോലി ലഭിക്കുന്നു ക്രിസ്തുവാണ്. ആമേൻ. ഏത് സഹായവും ആമേൻ പ്രൈസ് ഗോഡ് പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടെ നിന്ന് നമുക്ക് സഹായം വരുന്നു എന്നുള്ള നിശ്ചയമാണ്. അവിടെയാണ് നമ്മുടെ ഹല്ലേലൂയ ഫ്രീഡം ഓഫ് ഇംപോസിബിലിറ്റീസ് ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. ആമേൻ. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ വിഷയം, ആമേൻ പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മാവ് തീരുമാനിച്ചു. എഫെസ്യ സഭയെ ആദ്യം എടുത്ത് മെസ്സേജായിട്ട് പറയുന്നു. കത്ത് എഴുതുമ്പോൾ എഫെസ്യ സഭയോട് എഴുതുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തീരുമാനിച്ചു. യോഹന്നാനല്ല തീരുമാനിച്ചത്, ആ തൂതനല്ല തീരുമാനിച്ചത്. പ്രൈസ് ഗോഡ്. പകരം ദൈവത്തിൻ്റെ ആത്മാവാണ് തീരുമാനിച്ചത് എഫെസ്യ സഭയോട് ആമേൻ കത്തെഴുതുവാൻ, ആദ്യത്തെ കത്തെഴുതുവാൻ. എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ പ്രൈസ് ഗോഡ് അവരുടെ ആമേൻ 8 ക്വാളിറ്റീസ് വളരെ പ്രത്യക്ഷമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ആ 8 വിഷയങ്ങളും അവരെ ഭയങ്കരമായിട്ട് ആമേൻ പ്രൈസ് ഗോഡ് എക്സോൾട്ട് ചെയ്ത ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ അവർ ആത്മീക ജീവിതത്തിൽ അവർ വീണു പോയ ഒരു അവസ്ഥയും ദൈവത്തോട് ബന്ധം ആദി മേന്മ നഷ്ടപ്പെട്ട് ആദി പ്രവൃത്തി ചെയ്യാതെ ആദി സ്നേഹം നഷ്ടപ്പെട്ടത് അവർ അറിഞ്ഞില്ല. 8 ക്വാളിറ്റീസും അതിൽ കവർ ചെയ്തു. എന്നാൽ ദൈവത്തിന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം ആ 8 ക്വാളിറ്റീസിനെയും ആമേൻ പ്രൈസ് ഗോഡ് എടുത്ത് പറഞ്ഞെങ്കിലും ആമേൻ ദൈവത്തിന് മുൻപിൽ ആ 8 ക്വാളിറ്റീസ് ഒരു വിഷയമേ അല്ല. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളോട് ചോദിക്കാം, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ they labored, they have patience. ആമേൻ പ്രൈസ് ഗോഡ്. ഇങ്ങനെ 8 ക്വാളിറ്റീസ് ഉള്ള സഭകൾ ഒരു സഭ ഉണ്ടെങ്കിൽ ആമേൻ പ്രൈസ് ഗോഡ് പെർഫെക്റ്റ് ചേർച്ച് ആണ്. പക്ഷേ ചേർച്ച് ഭയങ്കര ബിസി ആയിരിക്കാം, still not be effective in the presence of God. Praise God. എത്ര പേർ ഉണ്ട് എന്ന് അല്ല, ആമേൻ പ്രൈസ് ഗോഡ് എത്ര പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നല്ല, വ്യക്തിപരമായി ഓരോ വ്യക്തിയും ദൈവം നോക്കിയിട്ട് ദൈവം വിലയിരുത്തുന്നു സഭ എങ്ങനെയുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന ദൈവദാസൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ ബാധിച്ച ഒരു വിഷയമാണ്. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവേ ഇല്ല, ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമേ സഭയിലില്ല എന്ന് പറയുമ്പോൾ ആ കാരണക്കാരൻ ആമേൻ പ്രൈസ് ഗോഡ് സഭയുടെ ദൂതനാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ ഉത്തരവാദിത്തമാണ് ആമേൻ സഭയെ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ, കരയുവാൻ, ദൈവസന്നിധിയിൽ ഇരുവിൽ നിൽക്കുവാൻ, സഭയെ ഒരുമിച്ച് ചേർക്കുവാൻ, ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുവാൻ. ആ ചർച്ചിന് വന്ന ബ്ലെയിം ആമേൻ പ്രൈസ് ഗോഡ് പാസ്റ്ററായി എനിക്ക് വന്ന ബ്ലെയിമാണ്. ഫസ്റ്റ് എനിക്കാണ് വന്നത്.
എന്നോട് പറയേണ്ട കാര്യം എന്നോട് പറയാതെ നിങ്ങളോട് പറഞ്ഞു, ചർച്ചിന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പാസ്റ്റർ എന്നോട് പറയുന്നു, ഗസ്റ്റ് പാസ്റ്റർ പറയുന്നു എന്നോട്, എൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, ആമേൻ, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ഇല്ല, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വ്യാപാരമില്ല, ഒരു റിവൈവൽ ഇല്ല എന്ന് പറയുന്നു. അതിന് പകരം ചർച്ചിനെ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ആ ദേവദാസൻ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നോടായിരുന്നു. അങ്ങനെ എന്നാണ് എടുത്തത്. അതുകൊണ്ടാണ് ആമേൻ വളരെ പ്രാർത്ഥിച്ച് ആമേൻ പ്രൈസ് ഗോഡ് ദൈവസന്നിധിയിൽ നിന്ന് വന്ന് ഈ മെസ്സേജിനെ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് അവരുടെ വീഴ്ചയെ, അവരുടെ വീണ് പോയത്, അവരുടെ ആദ്യ പ്രവൃത്തികൾ ചെയ്യാഞ്ഞ് അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഭയങ്കര ബിസിയായ ചേർച്ചാണ്. എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. സഹിഷ്ണുത, അവരെ പോലെ സഹിഷ്ണുത ഇല്ല, അവരെ പോലെ പ്രയത്നമില്ല, അവരെ പോലെ പ്രാർത്ഥനയില്ല, അവരെ പോലെ ശുശ്രൂഷയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വളരെ ബിസി ആയിട്ടുള്ള ചേർച്ചാണ്. എന്നാൽ വ്യക്തിപരമായ അവരുടെ പ്രാർത്ഥന മുറിയിൽ അവർ ആബ്സെന്റ് ആണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാണ്. God is giving them advice. ആമേൻ, പ്രൈസ് ഗോഡ്. എവിടെ നിന്ന് വീണു എന്ന് ഓർത്ത് നിങ്ങൾ ആദ്യ പ്രവൃത്തി ചെയ്യണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചെയ്യാതെ പോയാൽ അതിൻ്റെ വാർണിങ്ങും ദൈവം പറയുന്നുണ്ട്. ആമേൻ, ഞാൻ നിങ്ങളുടെ അടുക്കിൽ വന്ന് കുത്തുവിളക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. I will remove the candlestick out of your place. എത്ര സഭകളുണ്ടെന്ന് അറിയാം. ഒത്തിരി ചേർച്ചസും ഉണ്ട്, ഒത്തിരി പാസ്റ്റർമാരും ഉണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. എഫക്റ്റീവായിരിക്കുന്ന ബിസിയായിരിക്കുന്ന ചേർച്ചസ് മധ്യത്തിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ദേവദാസനെ കണ്ടു. പ്രൈസ് ഗോഡ്, ആ അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്റാണ്. എന്നാൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആ പാസ്റ്റർ ചർച്ചിന് ഒരു പേര് കൊടുത്ത് ഹല്ലേലൂയ ട്രിനിറ്റി റിവൈവൽ ചർച്ച്. റിവൈവൽ ചർച്ച്. ഇംഗ്ലീഷ് സർവീസ് ഇംഗ്ലീഷിലാണ് നടത്തുന്നത്. പ്രൈസ് ഗോഡ്. കുറച്ച് പേരെ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ഗസ്റ്റ് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ എന്തൊരു സ്വാതന്ത്ര്യം അറിയാമോ, അവിടെ മധ്യയായിരുന്നു ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ. ആമേൻ, പ്രൈസ് ഗോഡ്. എന്തോ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, എന്തോ ഒരു വ്യാപാരം ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു. അതുപോലെ ഫ്രീ നിങ്ങളുടെ ചർച്ചിൽ ഫീൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷം വരാതിരിക്കുമെന്നു. ഞാൻ ദൈവസന്നിധിയിൽ കരയാതിരിക്കുമോ? പ്രൈസ് ഗോഡ്. ഇതും കേട്ടിട്ട് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ആമേൻ, പ്രൈസ് ഗോഡ്, നമ്മുടെ ചർച്ച തെറ്റായ ഒരു ഡയറക്ഷനിൽ പോകുന്നു. മാനസാന്തരപ്പെടുവീൻ, എന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുന്നവർക്ക് ആമേൻ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തല്ല ഞാൻ പറയുന്നത്. ദിവസം പ്രതി മാനസാന്തരപ്പെട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുന്നു. പ്രൈസ് ഗോഡ്. വളരെ എളുപ്പമുള്ള കാര്യമാണ് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത്. വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇവിടെ നിന്ന് പെർഫോം ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആമേൻ ഞായറാഴ്ച വൈകുന്നേരം രാത്രി തൊട്ട് അടുത്ത ശനിയാഴ്ച വരെ. അവിടെയാണ് ദൈവം കാണുന്നത് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നു, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. പ്രൈസ് ഗോഡ്. You have lost. He didn't say you have lost your first love. He said here you have left your first love. എന്ന് പറഞ്ഞാൽ എവിടെ വിട്ടു എന്ന് അറിയാം. If you have lost your first love, you don't know where you lost it, where you kept it. But if you have left your first love, you know where you have left it. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ആദ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന്. പ്രൈസ് ഗോഡ്. ദൈവസഭയിൽ ഇരിക്കുന്ന എല്ലാവരും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. ആദ്യ പ്രവൃത്തികളെ കുറിച്ച് ആമേൻ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 10 വിഷയങ്ങൾ മാത്രം ആമേൻ നിങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടായിരിക്കാം. ആമേൻ, പ്രൈസ് ഗോഡ്. ടേക്ക് ഇറ്റ് ഓൺ ബോർഡ്. എന്നോട് ദൈവത്താത്മാവ് സംസാരിക്കുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്. എൻ്റെ പ്രാർത്ഥന കുറവാണ്, എൻ്റെ ഹല്ലേലൂയ പ്രതീക്ഷ കുറവാണ്, എൻ്റെ ഹല്ലേലൂയ പ്രത്യാശ കുറഞ്ഞു പോയിരിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വരവിൽ ഹല്ലേലൂയ ലക്ഷണങ്ങൾ ഞാൻ കാണുവാൻ ഹല്ലേലൂയ സമയം വേർതിരിക്കുന്നു. പക്ഷേ ലക്ഷണങ്ങൾക്ക് വേണ്ടി ഒരുക്കമുള്ള ഒരു ഒരുക്കം എൻ്റെ ഉള്ളിലില്ല. കർത്താവിൻ്റെ വരവ് വരുമ്പോൾ കൈവിടപ്പെടുമോ എന്ന് പേടിയുണ്ട്, എടുക്കപ്പെടുമെന്ന വിശ്വാസം കുറഞ്ഞു. അതുകൊണ്ട് ആദി പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 6:15 ഹല്ലേലൂയ പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ മറന്നു പോകും, സമയം അറിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ ഹാഫ് ആൻ അവർ ഉണ്ട്. ആമേൻ, പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയോട് ഹല്ലേലൂയ ദിവസത്തിലായിരിക്കാം. ഒരു ഫസ്റ്റ് വിഷയം, ആമേൻ, ആദി പ്രവൃത്തിയുടെ ആമേൻ ഒന്നാമത്തെ വിഷയം, ബിഗിൻ യുവർ ഡേ വിത്ത് റീഡിങ് ദ ബൈബിൾ ആൻഡ് പ്രെയർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഴുന്നേൽക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഫോണാണ് നമ്മുടെ കയ്യിൽ ആദ്യം വരുന്നതെങ്കിൽ ആമേൻ, നിങ്ങളുടെയും എൻ്റെയും ആദി പ്രവൃത്തിയിൽ ഒരു മാനസാന്തരം ആവശ്യപ്പെടുന്നു. ദൈവം ആവശ്യപ്പെടുന്നു, സ്വർഗം ആവശ്യപ്പെടുന്നു. ഞാനല്ല, ദൈവം ആവശ്യപ്പെടുന്നു. ഫോൺ എടുത്ത് ആമേൻ, പ്രൈസ് ഗോഡ്, എന്ത് മെസ്സേജ് വന്നിരിക്കുന്നു എന്ന് കാണുവാൻ ആമേൻ, പ്രൈസ് ഗോഡ് സമയം വേർതിരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, മൊബൈൽ ഫോൺ എടുത്ത് സമയം മെസ്സേജ് അയക്കാൻ ആമേൻ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സമയം വേർതിരിക്കും. ഇഫ് യു ആർ ടേക്കിംഗ് ടൈം, ഇഫ് യു ടു ടേക്ക് ദ മൊബൈൽ ഫോൺ ഇൻസ്റ്റെഡ് ഓഫ് യുവർ ബൈബിൾ, ഇൻസ്റ്റെഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, then that's we need repentance as a church of God to come back to the place where the heaven is calling us to repent and take the Bible and read the Bible and pray every day. Praise God. ഇവിടെ UK-യിൽ ഒരു കോറസ് ഉണ്ട്, പിള്ളേർക്ക് സൺഡേ സ്കൂൾ പിള്ളേർക്ക് പഠിപ്പിക്കുന്ന ഒരു സോങ്, read your Bible, pray every day. If you want to grow, നീ വളരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ആമേൻ, വേദത്തെ അനുദിനം വായിക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താണ് ആമേൻ, പ്രൈസ് ഗോഡ് ഈ ബൈബിൾ റീഡിങ്ങും ആമേൻ, പ്രൈസ് ഗോഡ് ഈ പ്രാർത്ഥനയുടെ വിഷയം? പ്രൈസ് ഗോഡ്, പ്രാർത്ഥനയിൽ നിങ്ങളുടെ ശബ്ദത്തെ സ്വർഗം കേൾക്കുന്നു. ബൈബിൾ വായിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾ കേൾക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. ഇതാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എത്രമാത്രം നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം സ്വർഗം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ശബ്ദത്തെ സ്വർഗം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിൻ്റെ ശബ്ദത്തെ നിങ്ങൾ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വാക്കുകൾ കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വിശ്വാസത്തോട് ധൈര്യത്തോട് ദൈവസന്നിധിയിൽ അടുക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ ഒരു റീമ വേർഡ് എനിക്ക് ഉണ്ടോ? ദൈവമേ, എന്നോട് ഇന്ന് സംസാരിക്കുവാൻ ആമേൻ, ദൈവത്തിന് ഹല്ലേലൂയ എന്തെങ്കിലും മണ്ണ ഉണ്ടോ? ഹല്ലേലൂയ, വെറുതെ ഒരു കാഷ്വൽ റീഡിംഗ് അല്ല. എനിക്ക് വേണ്ടത് ഒരു വാക്ക് മതി, ഒരു റീമ മതി. ആമേൻ, പ്രൈസ് ഗോഡ്. അത് വെച്ച് ഞാൻ ഈ ദിവസം മുഴുവൻ ജീവിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ഗോഡ്. ഒരു വ്യക്തി ആമേൻ, പ്രൈസ് ഗോഡ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ആമേൻ, പ്രൈസ് ഗോഡ്, ക്ഷീണമായിരിക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. വയറൊട്ടി, കവലൊട്ടി, ആമേൻ, പർസൊട്ടി, എല്ലാം ഒട്ടി ഇരിക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. എങ്ങനെയായിരിക്കും ആ വ്യക്തി കാണുമ്പോൾ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ട്രൗസർ നിൽക്കത്തില്ല, താഴെ പോവും. ആമേൻ, ഷർട്ട് നിൽക്കത്തില്ല, തൊങ്ങിക്കിടക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതം. ആത്മീക മനുഷ്യന് ബൈബിൾ വായിച്ചില്ലെങ്കിൽ, അവൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവൻ്റെ ജീവിതം അവിടെ എങ്ങനെയായിരിക്കും? പാസ്റ്റർ കേബ്രാം പറയുന്നത്, പൂവർ ഇൻ സ്പിരിറ്റ്. ആത്മീകത്തിൽ അവർ പൂവർ ഇൻ സ്പിരിറ്റ്, അവർ ക്ഷീണനായിരിക്കും. ക്ഷാമത്തിൽ അടിപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയായിരിക്കുമോ അതുപോലെ ഇരിക്കും അവരുടെ ആത്മീക ജീവിതം, അവരുടെ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റൂഫിൻ്റെ മോളിൽ പോലും പോകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനോട് അനുദിനവും പ്രാർത്ഥിച്ച് സമയം വേർതിരിച്ച് ആമേൻ, പ്രൈസ് ഗോഡ്, ഇന്ന് മുതൽ മനുഷ്യപുത്രന്റെ മേൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും നിങ്ങൾ കാണും എന്നുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നു. വായിക്കാം. John chapter 1 verse last verse.
ഹല്ലേലൂയ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നോന്നിരിക്കുന്നു എല്ലാ ദിവസവും. പ്രൈസ് ഗോഡ്. എന്താ കയറുന്നതിന്? ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. എന്തിനാ മടങ്ങി വരുന്നേ? ആമേൻ, പ്രൈസ് ഗോഡ്. സ്വർഗത്തിൻ്റെ ശബ്ദത്തെ, വചനങ്ങളെ, ഹല്ലേലൂയ, ആത്മീക പക്ഷങ്ങളെ കൊണ്ടുവരുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. എല്ലാ ദിവസവും സമയം വേർതിരിച്ച്, ആമേൻ, പ്രൈസ് ഗോഡ്, you have to read your Bible and pray every day if you want to grow in your spiritual life. If you want to remain as a baby, don't read. Amen. God is not coming to marry a baby. God is going to come to marry, our Lord Jesus Christ is coming to marry a chaste virgin. ഒരു നിർമ്മല കന്യകയെ കല്യാണം കഴിക്കുവാൻ വേണ്ടി വരുന്നു. അവർ കുഞ്ഞിനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളർച്ച വളരെ ആവശ്യമാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. ഒരു നിർമ്മല കന്യകയായി ഒരുങ്ങിയിരിപ്പാൻ ആമേൻ, കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. സെക്കൻഡ് വൺ, ആദി പ്രവൃത്തിയിൽ രണ്ടാമത്തെ വിഷയം. ആമേൻ, റൈസിംഗ് early in the morning to hear a clear voice of God. Rising early in the morning. മോശെ അധികാലം എഴുന്നേറ്റ് ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി നിൽക്കുവാനിടയായി. പ്രവാചകന്മാരെല്ലാരെയും ദൈവം അധികാലമേ എഴുന്നേറ്റ് വചനം നൽകി അവർ അയച്ചു. ആമേൻ, എഴുതപ്പെട്ട എല്ലാ പ്രവചനങ്ങളും, പ്രവാചകൻ മുഖാന്തരം എഴുതപ്പെട്ട എല്ലാ വചനങ്ങളും ദൈവം അധികാലമേ അവരോട് സംസാരിക്കുവാനിടയായി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആമേൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ആമേൻ, പ്രൈസ് ഗോഡ്, സൺറൈസ് ആകുന്ന സമയത്ത് അവൻ പ്രാർത്ഥന കഴിഞ്ഞു. Hallelujah, praise God. He was praying very early in the morning to the Father. Why? He showed up. Hallelujah. He is a person who is always praying, but he wants us to show that, hallelujah, the prayer model is rising up early in the morning. Praise God. Pastor T.U. പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. Amen, praise God. Hallelujah. One day he saw a vision of the Lord was coming. It was early morning time when the Lord was coming. The Lord came, amen, and the saints of God, the church of God from Russia, from, hallelujah, from every part of the world, everyone are going up. And he went and held down to the feet of Jesus, and he said to the Lord, Lord, can I go first in the procession, heavenly procession? ആ സ്വർഗത്തിൻ്റെ പ്രൊസഷനിൽ ഞാൻ ആദ്യം പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ആമേൻ, പാസ്റ്ററിയോനോട്, ആമേൻ, ഇവിടെ ആദ്യം വന്നവരാണ് ആദ്യം പോകേണ്ടത്. The person who came here first will lead first the procession. Who went first? Who went first? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. He went first. Hallelujah. So he will lead the procession. Beautiful song. ചേർന്ന് ഒരുമിച്ച് പാടാമോ? When the saints go marching by, when the saints go marching by, Lord, I want to be among the number. When the saints go marching by, when the saints go marching by, when the saints go marching by, Lord, I want to be among the number. When the saints go marching by. Praise God. Hallelujah. ദൈവത്തെ അധികാലമേ എഴുന്ന് അന്വേഷിച്ച് ദൈവത്തിൻ്റെ ക്ലിയർ വോയിസ് കേൾക്കുന്ന ഒരു ആദി പ്രവൃത്തി വീണ്ടും ദൈവം ആമേൻ ഓർമ്മിപ്പിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ എല്ലാവരോടും പറയുന്നു, ആമേൻ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Go to your bed early and get up early in the morning to seek the face of God, because the Lord wanted you to hear a clear voice of God. Praise God. കുടുംബത്തിൽ എല്ലാവരും അപ്പനും അമ്മയും മമ്മിയും ഡാഡിയും എല്ലാവരും ഉറങ്ങുമായിരിക്കും, സാരമില്ല. But you get up early in the morning because God is in need of you. Praise God. The third one, kneel down expecting the nation to kneel down one day. Amen, praise God. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ പടിയിട്ട് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കണം. എന്തിനാ? ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ ദേശം, ഹല്ലേലൂയ, ദേശത്തെ ദൈവത്തെ, ഹല്ലേലൂയ, ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു കർത്താവ് തന്നെ ഏറ്റുപറയുവാൻ, യേശു ക്രിസ്തു തന്നെ കർത്താവിനെ ഏറ്റുപറയുവാൻ നാവുകൾ എല്ലാം, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഏറ്റുപറയാൻ പോകുന്നു. മുഴങ്കാൽ എല്ലാം മുടങ്ങാൻ പോകുന്നു. അതിനായിട്ട് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ.
Praise God. When you kneel down, your family kneels down. When your family kneels down, your community kneels down. When your community kneels down, your city kneels down. And when your city kneels down, your region kneels down. And when your region kneels down, your nation kneels down. Praise God. ഇപ്പോഴും ഒരു ചീഫ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ സ്റ്റീഫൻ രാജരാജൻ പാസ്റ്റർ പറഞ്ഞ, യു ഓൾ ഹാവ് ഇമെയിൽ, ഐ ഡോണ്ട് ഹാവ് ഇമെയിൽ, ഐ ഹാവ് ഇമെയിൽ. 5 hours he stands on his knees every day, 5 hours. Praise God. How long are you staying on your knees? I don't know. May the Lord speak to your hearts this night. Praise God. The fourth one, understand the powers of darkness in your locality and resist them. Praise God. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ ആ ദേശാധിപതിയുടെ ശക്തി എന്താണ് തിരിച്ചറിയുക, അതിനെ എതിർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ പോകുന്നത്. ആദ്യ പ്രവൃത്തിയിൽ 4ാമത്തെ വിഷയം, ആമേൻ, പ്രൈസ് ഗോഡ്, ദേശാധിപതിയെ ഏത് ശക്തിയാണ് അവിടെ വ്യാപരിക്കുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ആമേൻ നാഷണൽ പോയപ്പോൾ കേൾക്കാനിടയായി, അവിടെ ഡ്രഗ്സിൻ്റെ ആമേൻ സ്പിരിറ്റാണ് വ്യാപരിക്കുന്നത് കൂടുതൽ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ പ്രയർ ഡ്രൈവിന് പോയപ്പോൾ അവിടെ കർത്താവ് വേപ്പിൻ്റെ സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ തന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. വേപ്പിൻ്റെ സ്പിരിറ്റ് അവിടെ വ്യാപരിക്കുന്നത് പറഞ്ഞ്, ആമേൻ, പ്രൈസ് ഗോഡ്, സിറ്റി സെൻറ്ററിൽ ടൗൺ സെൻറ്ററിലേക്ക് എൻ്റർ ആയപ്പോൾ വേപ്പിൻ്റെ ഷോപ്പ് ഒത്തിരി ഉണ്ട്. There were so many vape shops available in Washington. അവിടെ വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിയുക. പ്രൈസ് ഗോഡ്. നിങ്ങളെ വളരെ ബിസിയാക്കിയിട്ട്, ആമേൻ, പ്രൈസ് ഗോഡ്, കുടുംബജീവിതത്തിൽ ജോലി സ്ഥലത്തിൽ നിങ്ങളെ വളരെ ബിസിയാക്കിയിട്ട് ദേശാധിപതി ഒളിഞ്ഞിരിക്കുന്ന ആമേൻ ശക്തികൾ കുറേ ഉണ്ട്. അവരെ തിരിച്ചറിയുക, അവരെ മനസ്സിലാക്കുക, അവർക്കെതിരായി പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഒരിക്കൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയത്തില്ലായിരിക്കാം, നിങ്ങൾ കീബോർഡ് വായിക്കാൻ അറിയത്തില്ലായിരിക്കാം, മെസ്സേജ് കൊടുക്കാൻ അറിയത്തില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. അത് പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. ആ ദേശാധിപതി ശക്തിയെ തിരിച്ചറിയുക. പ്രൈസ് ഗോഡ്. ഒരു കാര്യം ഓർക്കണം, ആമേൻ, പ്രൈസ് ഗോഡ്, ഞാനില്ലെങ്കിൽ പിന്നെ വരാർ, ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ വരെപ്പോൾ. If not I, then who? If not now, then when? This is the right time. Our salvation is nearer than we first believed. നാം വിശ്വസിച്ചതിനേക്കാൾ രക്ഷ അധിക സമയമായിരിക്കുന്നു ഇപ്പോൾ തന്നെ. ഇപ്പോൾ കർത്താവിൻ്റെ വരവ് വരും. ഏത് സമയത്തും കർത്താവിൻ്റെ വരവ് വരും. അതിനു മുൻപ് ഹല്ലേലൂയ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ് ഞാൻ. ആമേൻ. എഹെസ്കേൽ പുസ്തകം 38-ാമത്തെ അധ്യായം അതിന് 7-ാമത്തെ വാക്യം പറയുന്നു. വായിക്കാം. ആമേൻ. ഫസ്റ്റ് ലൈൻ മാത്രം വായിക്കാം. എഹെസ്കേൽ 38:7. മതി. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ആമേൻ. ഒരുങ്ങിക്കൊള്ളുക. ആമേൻ, പ്രൈസ് ഗോഡ്. ദേശത്തിൻ്റെ ശക്തികളോടാണ് ദൈവം പറയുന്നതെങ്കിലും ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി പ്രിപ്പയർഡ് ആൻഡ് പ്രിപ്പയർ ഫോർ ദൈ സെൽഫ്. ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ്, ഹൗ കെൻ യു പ്രിപ്പയർ ഫോർ യുവർ സെൽഫ്? പ്രൈസ് ഗോഡ്. നീ ഒരുങ്ങിയില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരുക്കിക്കൊള്ളുക സമയം ഹല്ലേലൂയ എപ്പോൾ കണ്ടെത്താൻ പറ്റും? പ്രൈസ് ഗോഡ്. ആമേൻ. ഇപ്പോഴും സ്മിത്ത് വിഗിൾസ്വർത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓർക്കുന്നു. ആമേൻ. ലിവ് റെഡി. ഹല്ലേലൂയ. എപ്പോഴും ബുക്കിൽ വായിച്ച ഒരു സംഭവമാണ്. ആമേൻ. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ലിവ് റെഡി എന്ന് പറഞ്ഞാൽ, ജിബിൻ ബ്രദറിനെ ഞാൻ മൈക്ക് കൈമാറാൻ പോകുന്നു വെച്ചു. ഉദാഹരണത്തിന് ബ്രദർ അടുത്ത മിനിറ്റുകൾ ബ്രദർ സംസാരിക്കാൻ റെഡിയായിരിക്കണം. ജിബിൻ ബ്രദർ കയ്യിലൊരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഇന്നത്തെ മെസ്സേജ് ജനതയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാൻ he has to be ready with the word of God. That is called ready. Live ready. Praise God. Hallelujah. Every one of you should be ready for the revival. Every one of you should be in the source of a revival. Everyone, you have to believe that you are the vessel of honor in the hands of God, ready for the master's use. ദൈവം അവസാന ദിവസങ്ങളിൽ ആമേൻ ഉണർവുകൾ കൊണ്ടുവരുമ്പോൾ ആമേൻ പാസ്റ്റർമാരെ അല്ല അന്വേഷിക്കുന്നത്, ആമേൻ പകരം പ്രാർത്ഥിക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്നു. Praise God. Glory be to God's holy name. Fifth one. ലോക മനുഷ്യർ
പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ടോക്ക് ലെസ് ആൻഡ് വർക്ക് മോർ. കേട്ടിട്ടുണ്ടോ? ടോക്ക് ലെസ് ആൻഡ് വർക്ക് മോർ. സ്വർഗം നേരെ തിരിച്ചാണ്. ടോക്ക് മോർ ആൻഡ് വർക്ക് ലെസ്. യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തിക്കെല്ലാം ഒരു നിമിഷം കൂടുതലില്ല. അടുത്ത ഒരിക്കൽ ഒരു പേഴ്സൺ വന്നാൽ ആമേൻ പ്രൈസ് ഗോഡ് കണ്ണ് തുറക്കാൻ പറഞ്ഞാൽ അവിടെ കണ്ണ് പ്രാർത്ഥിക്കത്തില്ല. നിന്റെ വിശ്വാസം പടി നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവും. പ്രൈസ് ഗോഡ്. ഒരു ഊമണ് വന്നാൽ അവനോട് സംസാരിക്കുവാൻ അധിക സമയം എടുക്കത്തില്ല. പെട്ടെന്ന് തൊട്ട് സൗഖ്യമാക്കി സംസാരിക്കുക എന്ന് പറഞ്ഞു പോവും. ബിക്കോസ് ഹി വർക്ക്ഡ് ലെസ് ആൻഡ് ടോക്ക് മോർ വിത്ത് ഗോഡ്. ടോക്ക് മോർ ആൻഡ് വർക്ക് ലെസ്. നമ്മളെന്താ ചെയ്യുന്ന ഇപ്പോൾ ദൈവസഭയിൽ? Amen. We work more and talk less to God. Praise God. Hallelujah. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മുടെ ആൾക്കാർ പറയുന്ന വാക്കാണ് amen. Let's say a prayer. അതെങ്ങനെയാ say a prayer ആവുന്നത്? We don't say a prayer. We pray. We keep on talking to God. Praise God. Communion എന്ന വാക്കിന് അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു വിഷയമാണ്. Communion എന്ന വാക്കിന് അർത്ഥം Amen, praise God, is a grammatical construct of common and union. നമുക്ക് കോമൺ യൂണിയൻ ഉള്ളത് ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭർത്താവല്ല, അത് നമ്മുടെ ഭാര്യയല്ല, അത് നമ്മുടെ മക്കളല്ല, പകരം ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. There to him we have a common union. Praise God. ഏത് ഭാഷയിൽ സംസാരിച്ചാലും മനസ്സിലാക്കുവാൻ കഴിയില്ല. Praise God, സർവജ്ഞാനിയാണ് നമ്മുടെ യേശു. Praise God. ഹല്ലേലൂയ. തിരിച്ച് എന്നോട് ആമേൻ പ്രൈസ് ഗോഡ്. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അന്യഭാഷയാണ് കൂടുതൽ. അത് കഴിഞ്ഞ് പ്രൈസ് ഗോഡ് എൻ്റെ മാതൃഭാഷയായ തമിഴ് ഞാൻ ഉപയോഗിക്കത്തില്ല, പകരം മലയാളം ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. പറയുന്നത് നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുവാൻ എല്ലാ പൊട്ടത്തെറ്റുകളും വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ആമേൻ പ്രൈസ് ഗോഡ് അതിനെ കേട്ട് ആസ്വദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ് അതിനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ് വാക്കുകളല്ല അവൻ കാണുന്നത്, പകരം എൻ്റെ ഹല്ലേലൂയ, എൻ്റെ ഹല്ലേലൂയ നൊമ്പരങ്ങൾ ഹല്ലേലൂയ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. വർക്ക് ലെസ് ആൻഡ് ടോക്ക് മോർ. ഹല്ലേലൂയ. ഇത് ആദി പ്രവൃത്തിയിൽ ഒരു സൈനാണ്. പ്രൈസ് ഗോഡ്. ആറാമത്തെ പ്രൈസ് ഗോഡ് pray in tongues. Hallelujah. Glory be to God's holy name. ആമേൻ. ദൈവ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ എല്ലാവരിലും അധികം അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ഞാൻ 4 ഭാഷയെ പറയുന്നുള്ളൂ, പക്ഷേ എൻ്റെ പ്രാർത്ഥന മുറിയിൽ വെച്ച് ഞാൻ 1000 ഭാഷകൾ പറയുന്നു. Praise God. Hallelujah. Everyone should take the time to pray in tongues. Praise be to God's holy name. Hallelujah. ഇപ്പോഴും മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ not praying in your mother tongue but in your father's tongue. What is your father's tongue? Is a heavenly language. അതിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, if you are not able to pray in tongues but only in Malayalam, that is a shame on you, but that is not be proud of you. Even though you pray for 2 hours or 3 hours, if you are praying in Malayalam or English and not in tongues, you are shameful. Praise be to God. നിന്റെ ആദി പ്രവൃത്തി വിട്ടു കഴിഞ്ഞു, ആദി സ്നേഹം വിട്ടുപോയി. ഏത് ആദി പ്രവൃത്തി? ആമേൻ പ്രൈസ് ഗോഡ്. ദൈവത്തോട് ആത്മാവിൽ ആരാധിക്കുവാൻ ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും, ബുദ്ധിക്കൊണ്ടും പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. മനുഷ്യരുടെ മുൻപിൽ ഞാൻ ബുദ്ധിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ എൻ്റെ പ്രാർത്ഥന മുറിയിൽ വെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ ഉണ്ടാകണം. ആമേൻ പ്രൈസ് ഗോഡ്. അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. ദൈവത്തിന് നമ്മുടെ അന്യഭാഷകൾക്ക് ആമേൻ പ്രൈസ് ഗോഡ് മുഴുവൻ അർത്ഥം അറിയാം, കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ ഉച്ചരിപ്പിക്കുന്നത്. Amen. Pray in tongues. How many you pray in tongues? Anyone who pray in tongues, lift your hands and say, I pray daily. Thank you, brother. Praise God, I know you are doing. Praise be to God's holy name. The Spirit of the Lord is not a dumb person to keep quiet. Amen. Praise God. He's calling you by name and telling you. He's touching you on your shoulder and telling you, from now onwards, take time to pray in tongues. Glory be to God's holy name. Praise be to God.
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ തനിക്ക് തന്നെ ആത്മവർദ്ധനത്തിന് വേണ്ടി സംസാരിക്കുന്നു. How can you edify yourself unless you pray in tongues? Praise be to God's holy name. Heaven understands your language. ആമേൻ. മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകാം. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാൽ ഒഫിലിയക്ക് മനസ്സിലാകാം. തമിഴിൽ പ്രാർത്ഥിച്ചാൽ എൻ്റെ മമ്മിക്ക് മനസ്സിലാകാം. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ ഇവർ ആർക്കും മനസ്സിലാകത്തില്ല. സ്വർഗത്തിൽ ദൈവത്തിന് മാത്രം മനസ്സിലാകും. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിനോട് മാത്രം സംസാരിക്കുവാൻ ഒരു ഭാഷ ദൈവം തന്നിട്ടുണ്ട്. അത് പെന്തക്കോസ്തുകാരുടെ അടയാളമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പെന്തക്കോസ്തുകാരുടെ അടയാളം കൈകൊട്ടുക, പ്രാർത്ഥിക്കുക എന്നല്ല, പാട്ടുപാടുക എന്നല്ല. പ്രൈസ് ഗോഡ്. പകരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ദൈവം വിളിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് 6ാമത്തെ വിഷയം. 7ാമത്തെ വിഷയത്തിലേക്ക് വരാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് കം ഏർലി ടു ദ സർവീസ് ആൻഡ് അറ്റൻഡ് എവറി വൺ ഓഫ് ദം. കം ഏർലി ടു ദ സർവീസ് and attend every one of them. Praise be to God's holy name. ആമേൻ. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. I know who the Spirit of the Lord is speaking to. To that person the Spirit of the Lord is speaking once again and saying, don't come to the service in late. ദൈവത്തിന് ആരാധനയ്ക്ക് താമസിച്ചു വരരുത്. If it is a one-off thing, it is okay. But coming regularly late to the presence of God is dishonoring God. If I am your father, where is my fear? If I am your master, where is my honor? Says God. ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവന്റെ മുൻപിൽ വിറയലോടും ഭയത്തോടും സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഞാനും. പുത്രന്മാർ എന്ന് പറഞ്ഞ് ലേറ്റായിട്ട് വന്നാൽ നാണക്കേട് ദൈവത്തിനാണ്, സ്വർഗത്തിനാണ് നാണക്കേട്. പിന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാ ആരാധനയും ഒരേപോലെ കാണും. ബൈബിൾ സ്റ്റഡിയും സഹോദരിമാരുടെ പ്രേയറും ആമേൻ സൺഡേ സർവീസും കൺവെൻഷനും ഒരേപോലെ കാണണം. കാരണം ഹല്ലേലൂയ സുഭാഷ് പാസ്റ്റർ പറഞ്ഞതുപോലെ ആമേൻ. പ്രൈസ് ഗോഡ്. സുഭാഷ് കുമരകം വന്നിട്ട് പോവും, പക്ഷേ ദൈവത്തിന് ആത്മാ പോകത്തില്ല, ഇവിടെ തന്നെ കാണും. അവൻ എപ്പോൾ പോകും വെച്ചാൽ സഭ എടുക്കപ്പെടുമ്പോൾ അവൻ പോവും, ഇവിടുന്ന് മാറിപ്പോകും. അന്ന് കൃപയുടെ വാതിൽ അടയും. അത് കഴിഞ്ഞ് കൃപ കിട്ടത്തില്ല. കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ എല്ലാ പ്രയത്നവും പോയല്ലോ എന്ന് കരഞ്ഞ് ആമേൻ. പ്രൈസ് ഗോഡ് നിലവിളിക്കുന്ന ഒരു ശബ്ദം ദൈവസഭയിൽ ഉണ്ടാകും. ഇപ്പോഴും ഞാൻ ബിൻ സിസ്റ്റർ ആമേൻ. പ്രൈസ് ഗോഡ് ഇമാജിനേഷനിൽ പറഞ്ഞ ഒരു കാര്യം ആമേൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എൻ്റെ ഹാർട്ടിനെ ടച്ച് ചെയ്ത ഒരു വിഷയമാണ്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കരയുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും ആദ്യം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം എങ്ങനെയും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എൻ്റെ ഹല്ലേലൂയ എൻ്റെ പദവി പോയാലും പ്രശ്നമില്ല. ഞാൻ ഹോപ്പ് ആമിൻ്റെ പാസ്റ്റർ ഇല്ലെങ്കിലും ആമേൻ എൻസൈവൈ ചർച്ചിലെ പാസ്റ്റർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. എനിക്ക് കർത്താവിൻ്റെ വരവിൽ പോകണം. I don't want power, any position. I want only the first love. ആദി പ്രവൃത്തി എനിക്ക് ചെയ്യണം, എനിക്ക് മടങ്ങി വരണം, എനിക്ക് മാനസാന്തരപ്പെടണം, സ്വർഗരാജ്യം എനിക്കുള്ള സമീപസ്ഥനായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. Come early to the service and attend every one of them. എത്ര പേർ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നു? ആഴ്ച ദിവസങ്ങൾ നടക്കുന്ന 2 ആഴ്ച നടക്കുന്നില്ല. കൺവെൻഷൻ കാര്യത്തിന് വേണ്ടി പോയി, അതുകൊണ്ട് താമസമായി. അവൻ പ്രൈസ് ഗോഡ്. ഈ വരുന്ന തേഴ്സ്ഡേ 7 മണിക്ക് 7 to 8 1 hour ഉള്ളൂ. പ്രൈസ് ഗോഡ്. അതും സൂമിലാണ്, വ്യക്തമായിട്ട് പറയണ്ട. ഇവിടെ ഡോണ്ട് നീഡ് ടു കം ഇൻ പേഴ്സൺ. only on Zoom you can come to the Bible study. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഹോദരിമാരുടെ പ്രേയർക്ക് എത്ര പേർ വരുന്നു? ആമേൻ. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ആമേൻ ഒരു വ്യക്തിയോട് പറഞ്ഞ ഒരു വിഷയം. ആമേൻ. ഹല്ലേലൂയ. സഹോദരിമാരുടെ പ്രേയർ ആമേൻ. പ്രൈസ് ഗോഡ് ഇങ്ങനെ ചതഞ്ഞ് കിടക്കുവാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. കാരണം ആരും പോകുന്നില്ല. ആമേൻ. പ്രൈസ് ഗോഡ് എന്നുള്ള പരാതിയുമുണ്ട്.
ആമേൻ പ്രൈസ് ഗോഡ് സമയം വേർതിരിക്കണം. ആമേൻ സഹോദരിമാരുടെ പ്രേയർ പോകണം. അതുപോലെ തന്നെ സഹോദരന്മാരുടെ പ്രേയർ വരണം. കഴിഞ്ഞ ദിവസം ഡാനിയൽസ് പ്രേയർ ബാൻഡിൽ വന്ന എല്ലാ സഹോദരന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചവർക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഹോദരിമാർ നിങ്ങളുടെ ഹസ്ബൻഡ്സ് എൻകറേജ് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. കം ഏർലി ടു ദ സർവീസ് ആൻഡ് അറ്റൻഡ് എവറി വൺ ഓഫ് ദം. എട്ടാമത്തെ വിഷയം ട്രീറ്റ് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് കെയർഫുള്ളി. ദൈവം ഭൗതികമായി ചില അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. വാഹനം, മൊബൈൽ ഫോൺ, ആമേൻ ജോലി സ്ഥലം, ആമേൻ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ഗിഫ്റ്റായിട്ട് ദൈവം തന്നിട്ടുണ്ട്. ഇതിനെ കെയർഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്നോട് ദൈവം സംസാരിച്ച വിഷയം. കാരണം ഞാൻ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. എൻ്റെ കാർ ഭയങ്കര റാഷ്. സിംഗിൾ ക്യാരേജ് വേയിലെ കൺട്രി റോഡ്സിലെ അഞ്ച് കാറിനെ ഓവർടേക്ക് ചെയ്യും. ആമേ പ്രൈസ് ഒറ്റടിക്ക്. അവിടെ നിന്ന് കാർ വന്നാൽ ബാക്ക് ആകണം എന്ന് അറിയാം. അവിടെ കാർ വരത്തില്ല എന്നുള്ള പ്രതീക്ഷയില്ല. ഞാൻ 5 കാറിനെ ഓവർടേക്ക് ചെയ്യും. അതുപോലത്തെ ഫാസ്റ്റ് ഡ്രൈവിംഗ് ആണ്. പ്രൈസ് ഗോഡ്. എൻ്റെ കാറുടെ ആമേൻ പ്രൈസ് ഗോഡ് അവസ്ഥ, ആമേൻ പ്രൈസ് ഗോഡ് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ അല്ല ഞാൻ മേടിച്ചപ്പോൾ. ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. എൻ്റെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കെയർഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു. പ്രൈസ് ഗോഡ്. മാനസാന്തരപ്പെട്ട ആമേൻ പ്രൈസ് ഗോഡ്, ആമേൻ പ്രൈസ് ഗോഡ് ഒരു സഡൻ ബ്രേക്ക് ഇടേണ്ട ആവശ്യമില്ല. ആമേൻ പ്രൈസ് ഗോഡ് ഒരു കാറിന് ഡിസ്റ്റൻസ് അടുത്ത കാറിന് കൊടുക്കുക. ഏമാൻ എടുത്ത് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് പയ്യെ ബ്രേക്ക് ചെയ്യുക. വി വോണ്ട് ഗോ ഇൻ ടു എനി ആക്സിഡൻറ്റ്സ്. ഒരു കാറിൻ്റെ ഡിസ്റ്റൻസ് കൊടുക്കുന്നില്ല എങ്കിൽ ആമേൻ പ്രൈസ് ഗോഡ് നിങ്ങളും ഞാനും തീർച്ചയായിട്ടും മറ്റവരുടെ ബമ്പർ ഇപ്പോൾ ഇടിക്കേണ്ടി വരും. ഇടിച്ചിട്ടുണ്ട്. ഞാൻ മോട്ടോർ വേയിൽ ഇടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ഇടിച്ചിട്ടുണ്ട് മോട്ടോർ വേയിൽ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് കെയർഫുള്ളായി ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് കെയർഫുള്ളി. പ്രൈസ് ബി ടു ഗോഡ്. സോളി ദൈവം തന്ന മൊബൈൽ ഫോൺ, ദൈവം തന്ന ജോലി, ആമേൻ പ്രൈസ് ഗോഡ് ജോലി കയറിയപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്, എന്തൂസിയാസം ഇപ്പോഴും ഉണ്ടോ? ആമേൻ പ്രൈസ് ഗോഡ്. അവിടെ ഇരിക്കുന്ന എല്ലാ ജോലി സ്ഥലങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരെയും ഒരു സസ്പെക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ചിലപ്പോൾ അവൾ നമ്മുടെ ചർച്ചിലേക്ക് വരത്തില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതം കണ്ട് അവരുടെ മാനസാന്തരപ്പെട്ട് ഏതെങ്കിലും ഒരു സഭയ്ക്ക് പോകട്ടെ, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കട്ടെ. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ദൈവത്തെ നമ്മുടെ മുഖാന്തരം മുഖത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. 9ാമത്തെ വിഷയം, ഡോണ്ട് സൈലൻസ് ദ ഹോളി സ്പിരിറ്റ്. ഡോണ്ട് സൈലൻസ് ദ ഹോളി സ്പിരിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു കാർ എടുത്തിട്ട്, സിമ്പിൾ വിഷയമാണ്, ഒരു കാർ എടുത്തിട്ട് ഷോപ്പിംഗ് പോകണമെന്ന് മനസ്സിൽ തോന്നുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഇവിടുന്ന് ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് ഹോളി സ്പിരിറ്റ് പറയുന്നു. മിണ്ടാതിരിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കുക. എനിക്കറിയാം, ഞാൻ നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ വന്നാൽ മതി, പ്രവർത്തിച്ചാൽ മതി, അല്ലെങ്കിൽ മിണ്ടരുത്. പോയിട്ട് ഷോപ്പിംഗ് പോയിട്ട് വരുക, തിരിച്ച് മിണ്ടത്തില്ല. അടുത്ത ഒരു വിഷയം വരുമ്പോൾ പറയത്തില്ല. ആമേൻ പ്രൈസ് ഗോഡ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് ഹല്ലേലൂയ തൻ്റെ അടുത്തോട് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന കാരണം എന്താണെന്നറിയാമോ? ആമേൻ ദൈവത്തിന് ആത്മാവ് കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്, സൈലൻസ് ചെയ്തുകൊണ്ടാണ്, അവൻ മിണ്ടുന്നില്ല. പല ക്രിസ്ത്യാനികൾ ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവ് ഊമനായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അവരുടെ വിചാരം അഭിഷേകം വന്ന് രംഗത്ത് കീബോർഡ് വായിച്ച് പാട്ട് പാടുമ്പോൾ ആമേൻ അവൻ നല്ലവനല്ലോ, അവൻ എന്നുമുള്ളതിന് പാടുമ്പോൾ അഭിഷേകം ഇറങ്ങുമെന്ന്, സാന്നിധ്യമായി ഇറങ്ങത്തില്ല. പ്രൈസ് ഗോഡ്. അത് വ്യക്തിപരമായ ഓരോ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിലാണ്. രക്ഷയുടെ അധിക ഭയത്തോടും അധിക വേറയിലോടും രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തിപരമായി ദൈവം തരുന്ന ദാനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് എല്ലാ സമയത്തും പാടില്ലെങ്കിലും അത് അനുഭവിക്കാൻ പറ്റും. മാനിഫെസ്റ്റിംഗ് പ്രസൻസ് ഓഫ് ഗോഡ്, അത് ദൈവത്തിൻ്റെ സ്വന്തം ദാനമാണ്. പ്രൈസ് ഗോഡ്. എന്താ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ വ്യക്തിപരമായ ജീവിതത്തിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആർക്കും അറിയാതെ പ്രൈവറ്റ് ലൈഫിൽ അവനെ ഊമനാക്കിയിട്ട് അവനെ സൈലൻസ് ആക്കിയിട്ട് ആമേൻ പ്രൈസ് ഗോഡ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ശൂന്യതയിലേക്ക് വരും. Glory to God. Don't do that. Don't silence the Holy Spirit. They've done it in the past. Let's not do that same thing. Praise God. Hallelujah. Let's give the Lord, Holy Spirit, the full freedom to speak to us.
അതിലെ അത് വിഷയത്തിലെ മാനസാന്തരപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. Praise God. Last thing I want to say and conclude. Share the gospel at least to one person every day. അവസാനമായിട്ട് 10th കാര്യമായിട്ട് 10ാമത്തെ കാര്യമായിട്ട് പറയുന്നു, ഷെയർ ദ ഗോസ്പൽ ടു വൺ പേഴ്സൺ എവറി ഡേ, അറ്റ്ലീസ്റ്റ് ടു വൺ പേഴ്സൺ. ഒരു വ്യക്തിയെങ്കിലും ഈ എളുപ്പമായിട്ട് പറയുന്ന ഒരു വാക്ക് എന്താ അറിയാമോ? നിങ്ങൾക്ക് ഫ്രീ വിൽ ഉണ്ട്. ആ ഫ്രീ വിൽ എന്ന ലോ യൂസ് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഒരു കാര്യം ചെയ്യേണ്ട, ഒന്ന് ചെയ്താൽ മതി. ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞാൽ മാത്രം മതി. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു വ്യക്തിയോട് ഒരു മുഖത്ത് നോക്കി ചിരിച്ച് ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞിട്ട് പോകും. പ്രൈസ് ഗോഡ്. സിംഗപ്പൂരിലെ ഒരു മിഷണറി ട്രെയിനിൽ ഒരു ദിവസം 300 പേരോട് സുവിശേഷം പറഞ്ഞു. കമ്പാർട്ട്മെന്റിൽ ട്രെയിനിൽ കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. അതിന് മുമ്പിൽ നടുവിൽ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ കോച്ചിൽ കാർസിലെ എല്ലാ കാർസിലെയും നടന്ന് പോയിട്ട് ജീസസ് ലവ്സ് യു, ജീസസ് ലവ്സ് യു, ജീസസ് ലവ്സ് യു, ജീസസ് ലവ്സ് യു, ജീസസ് ലവ്സ് യു ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് പോയി ഒരു മിഷണറി. 300 പേരോട് അധികം കൂടുതൽ ആൾക്കാരോട് സുവിശേഷം ഒറ്റ സമയത്തിൽ തനക്ക് അടുത്ത സ്റ്റോപ്പ് വന്ന് ഇറങ്ങണം. ആ സമയത്തിൽ 300-ലധികം സുവിശേഷം പറയാൻ ഇടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയും. പ്രൈസ് ഗോഡ്. ഞാൻ സുവിശേഷത്തിലേക്ക് വരുവാൻ എനിക്ക് പ്രേരണ തന്നത് പ്രൈസ് ഗോഡ് ഒരു ചെറിയ പയ്യൻ്റെ സാക്ഷ്യമാണ്. ബ്രദർ അഗസ്റ്റിൻ ജപകുമാർ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറയിലിരുന്ന് സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ദേവദാസൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം പറയുവാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു സ്ഥലത്തിലേക്ക് പോയി, ഒരു വില്ലേജിലേക്ക് പോയിട്ട് പ്രൈസ് ഗോഡ് ആ മിഷണറി കാണുവാൻ പോയപ്പോൾ മിഷണറി പറഞ്ഞ ഒരു വാക്ക്, പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഈ പയ്യനും വരുന്നുണ്ട് അറിയാമോ? ആ പയ്യനെ കണ്ടപ്പോൾ ഒരു കണ്ണ് മുഴുവനും പൊങ്ങി താഴെ വന്നിരിക്കുന്നു. വെളിയിൽ പുറത്ത് വന്നിരിക്കുന്നു. കണ്ണ് നഷ്ടപ്പെട്ടു പോയി. ഒരു കണ്ണിൻ്റെ പാതി കാഴ്ച മാത്രമേ ഉള്ളൂ, പാതി കാഴ്ചയില്ല. കണ്ണ് മുഴുവൻ മംഗളായി ആ പകുതി കാഴ്ച മാത്രം അറിയാം. താഴെ 2 കാലം പോളിയോ വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു പയ്യന് മകന് ജോണ്ടിസ് വന്നപ്പോൾ അടുത്തിരിക്കുന്ന സഹോദരി പറഞ്ഞു, ഇങ്ങനെ ഒരു ഇലവുണ്ട്, ആ ഇല ഒഴിച്ച് അതിൻ്റെ പാല് കണ്ണിൽ ഒഴിച്ച് കൊടുത്താൽ മതി, ശരിയാവുന്നു. മകൻ ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞ ശേഷം ഒരു കണ്ണ് വെളിയിൽ വന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ച പകുതി നഷ്ടപ്പെട്ടു. പോളിയോ വന്ന് പോളിയോ ഹല്ലേലൂയ 2 കാലം നടക്കാൻ പറ്റത്തില്ല, കൈകൊണ്ട് നടക്കുന്നത്. ഈ കൈകൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് വന്ന് സുവിശേഷം പറയാൻ വരുവാ. പാസ്റ്റർ ചോദിച്ചു, കണ്ണീരോട് പാസ്റ്റർ ചോദിച്ചു, പ്രൈസ് ഗോഡ് അവനോട്, പ്രൈസ് ഗോഡ് നീ എന്തിനാ പോകുന്നേ? നീ പോകണ്ട, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, നീ എന്തിനാ പോകുന്നേ? അതിനെ പയ്യൻ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിൽ പിന്നെ വേറെ ആര് പോവും? പ്രൈസ് ഗോഡ് ട്രാക്സിനെ, ഗോസ്പൽ ട്രാക്സിനെ വയലിൽ കടിച്ചുകൊണ്ട് 2 കൈ കൊണ്ട് നടന്ന് ഗ്രാമങ്ങൾക്ക് പോയി സുവിശേഷം പറയുവാൻ ഹല്ലേലൂയ മുൻകൈ എടുക്കുന്നു. പാസ്റ്റർ എന്നോട് ചോദിക്കുന്നു, നല്ല കൈകൾ, 2 ആരോഗ്യമുള്ള കൈകൾ ദൈവം തന്നിരിക്കുന്നു, ആരോഗ്യമുള്ള കാലുകൾ ദൈവം നിനക്ക് തന്നിരിക്കുന്നു, നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കണ്ണുനീരോട് സമർപ്പിച്ച മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സഭയ്ക്ക് പോകുന്നു വരുന്നു. എന്നാൽ സുവിശേഷം പറയുന്നില്ല. ഈ പൗലോസ് പറയുന്നു, സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. മാനസാന്തരപ്പെടുക, ഒരു തീരുമാനം എടുക്കുക. പ്രൈസ് ഗോഡ്. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയുവാൻ മുൻകൈ എടുക്കുക. ഒരു വചനമുണ്ട് ലേവ്യ പുസ്തകത്തിൽ, ദൈവസന്നിധിയിൽ വെറും കൈയോട് വരാൻ കഴിയത്തില്ല. എവിടെയെന്നറിയാമോ? ഇവിടെ സ്തോത്രകാഴ്ച ഇല്ലാതെ പറയുന്നില്ല, കാര്യമല്ല പറയുന്നത്. അവിടുത്തെ ദൈവസന്നിധിയിൽ വെറും കൈയായിട്ട് വരാൻ പറ്റത്തില്ല. സുവിശേഷം പറയുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഈ 10 പ്രവൃത്തികൾ, ആദി പ്രവൃത്തികൾ ചെയ്താൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ ആദി സ്നേഹം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മടങ്ങി വരുവാൻ സാധ്യതയുണ്ടായിരിക്കും. ദൈവം നമുക്ക് അങ്ങനെ സഹായിക്കട്ടെ. അതിനായി പ്രവർത്തിക്കാം. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും പറയുന്നു, ബിഗിൻ യുവർ ഡേ വിത്ത് റീഡിംഗ് ദ ബൈബിൾ ആൻഡ് പ്രേയർ. Rising early in the morning to hear a clear voice of God. Kneel down expecting the nation to kneel down one day. Understand the powers of darkness in your locality and resist them. Work less and talk more.
pray in tongues, come early to the service and attend every one of them. Treat the blessing of the Lord carefully. Don't silence the Holy Spirit. Share the gospel at least to one person every day. നിന്റെ ആദ്യ പ്രവൃത്തി ചെയ്യാഞ്ഞാൽ ആമേൻ, പ്രൈസ് ഗോഡ്, നിന്റെ അടുക്കൽ വന്ന് നിലവിലക്ക് എടുത്തു കളയും. ഹല്ലേലൂയ. ആദ്യ സ്നേഹത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം.